5 മണിക്കൂറിനിടെ എന്ത് സംഭവിച്ചു? ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് ജഗ്ദീപ് ധൻഖർ രാജിവെച്ചപ്പോൾ ഉയരുന്ന ചോദ്യമാണിത്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ കുറ്റവിചാരണ ചെയ്യാനുള്ള പ്രമേയ നോട്ടീസ് രാജ്യസഭയിൽ സ്വീകരിച്ചതിനെ ചൊല്ലി കേന്ദ്ര സർക്കാരുമായുണ്ടായ തർക്കമാണ് രാജിയിലേക്ക് നയിച്ചതെന്നാണ് ആദ്യ സൂചന. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നാണ് നോട്ടീസ് ലഭിച്ചത്. 63 അംഗങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ടെന്നും അതേ വിഷയത്തിൽ പ്രമേയ നോട്ടീസ് ലോക്സഭയിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ 2 സഭാധ്യക്ഷരും ചേർന്നാണ് തുടർ നടപടി തീരുമാനിക്കേണ്ടതെന്നുമാണ് വൈകിട്ട് 4-ന് ശേഷം ധൻഖർ രാജ്യസഭയിൽ പറഞ്ഞത്. 9 മണി കഴിഞ്ഞ് രാജിപ്രഖ്യാപനം പുറത്തുവന്നു. ഭരണ പ്രതിപക്ഷ അംഗങ്ങളുടെ ഒപ്പോടെ ഉള്ളതായിരുന്നു ലോക്സഭയിലെ പ്രമേയ നോട്ടീസ്. എന്നാൽ രാജ്യസഭയിൽ പ്രതിപക്ഷത്തിൻ്റെത് മാത്രമായുള്ള നോട്ടീസാണ് ലഭിക്കുന്നത്. അത്തരം ഒരു നീക്കം പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ താല്പര്യപ്പെട്ടിട്ടില്ല. എന്നാൽ അത് വകവയ്ക്കാൻ അധ്യക്ഷൻ തയ്യാറായിട്ടില്ല എന്നാണ് സൂചന. പ്രമേയ നോട്ടീസ് ഇരുസഭകളിലും ലഭിച്ചാൽ ബാധകമാകുന്ന ചട്ടങ്ങൾ ഉൾപ്പെടെ വിശദീകരിച്ച് രാജ്യസഭയിലെ നോട്ടീസിലും നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. രാജ്യസഭയിലെ ഇന്നലത്തെ നടപടി ധൻഖർ ഉപരാഷ്ട്രപതി പദത്തിനുമേൽ സ്വയം അടിച്ച അവസാനത്തെ ആണിയായി എന്നാണ് BJP വൃത്തങ്ങൾ പറയുന്നത്. ജുഡീഷ്യറിക്കെതിരെ തലങ്ങും വിലങ്ങുമുള്ള വിമർശനം, ഗുസ്തിക്കാരുടെയും കർഷകരുടെയും സമരങ്ങളിൽ സർക്കാരിനെതിരെയുള്ള വിമർശനം തുടങ്ങിയവയിലൂടെ ധൻഖർ ഭരണ നേതൃത്വത്തിന്റെ അപ്രീതി നേടിയിരുന്നു. എന്നാൽ സർക്കാരിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന അധ്യക്ഷനെയാണ് സഭയിൽ കാണാൻ സാധിച്ചിരുന്നത്. പക്ഷപാതി എന്നുള്ള പ്രതിപക്ഷത്തിന്റെ വിമർശനം നേരിടേണ്ടിയും വന്നു. കഴിഞ്ഞ ഡിസംബറിൽ ധൻഖറെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കാൻ ഇന്ത്യ സഖ്യത്തിലെ 60 അംഗങ്ങൾ രാജ്യസഭയിൽ നോട്ടീസ് നൽകുന്ന സ്ഥിതിഗതികൾ വരെ ഉണ്ടായി. ആ കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. രാഷ്ട്രപതി സ്വീകരിക്കുന്നതോടെയാണ് പ്രാബല്യത്തിലാവേണ്ടത്. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളാലുള്ള രാജിക്ക് ഉടനടി പ്രാബല്യമെന്ന് കത്തിന്റെ ആദ്യ വാചകത്തിൽ തന്നെ ധൻഖർ വ്യക്തമാക്കിയിരുന്നു. അത് ശ്രദ്ധേയമാവുകയും ചെയ്തു. ഉപരാഷ്ട്രപതി രാജിവെച്ചാലുള്ള ഒഴിവ് താൽക്കാലികമായി നികത്താൻ എന്ത് ചെയ്യണമെന്ന് ഭരണഘടനയിൽ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഉപരാഷ്ട്രപതിയുടെ ചുമതല ഉടനെ ആർക്കെങ്കിലും നൽകുകയെന്ന വിഷയം ഉയരുന്നുമില്ല. എന്നാൽ രാജ്യസഭാ അധ്യക്ഷൻ എന്ന പദവിയിലെ ഒഴിവിന്റെ കാര്യം അങ്ങനെയല്ല. ഒന്നുകിൽ ഉപാധ്യക്ഷന് അല്ലെങ്കിൽ സഭയിലെ ഏതെങ്കിലും അംഗത്തിന് അധ്യക്ഷ ചുമതല നൽകാനുള്ള രാഷ്ട്രപതി വ്യക്തമാക്കണം. ഇന്നലെ വൈകിട്ട് വരെ സഭ നിയന്ത്രിച്ച ആളാണ് പെട്ടെന്ന് ആരോഗ്യ പ്രശ്നം പറഞ്ഞ് രാജിവെക്കുന്നത്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്നും പറയാനാവില്ല. കഴിഞ്ഞ മാർച്ചിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളാൽ ഏതാനും ദിവസം അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. 2 ആഴ്ച മുമ്പ് കേരളത്തിൽ വന്നപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നു. ധൻഖർ ആയതുകൊണ്ട് രാജ്യ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനാണോ എന്ന് സംശയിച്ചവരുണ്ട്. 1990 ഓഗസ്റ്റിൽ ഉപപ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ദേവിലാലിനെ പുറത്താക്കാൻ പ്രധാനമന്ത്രി VP സിംഗ് തീരുമാനിച്ചപ്പോൾ അന്ന് സഹമന്ത്രിയായിരുന്ന ധൻഖർ രാജിവെച്ചു. ജനതാദൾ അധ്യക്ഷനായിരുന്ന SR ബൊമ്മയ്ക്കാണ് രാജിക്കത്ത് നൽകിയത്. എന്നാൽ പിറ്റേന്ന് രാജി പിൻവലിച്ചു. ധൻഖറുടെ രാജി BJPക്ക് തിരിച്ചടിയാണെന്നതിൽ ഒരു സംശയവുമില്ല. നേരത്തെ വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ഉപരാഷ്ട്രപതിയായ ഭൈറോൺ സിംഗ് ഷെഖാവത്ത് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടപ്പോൾ കാലാവധി തികയാൻ കാത്തു നിൽക്കാതെ രാജിവെച്ചിരുന്നു.